നമുക്ക് ട്രിഗണോമെട്രിയിൽ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രാൺ ഓൺ സൈഡ് ബി can be long. ഇതാണ് ട്രയാങ്കിൾ. one side 8 centimeter long and one of the angles on it is 40 degree. What is the minimum length of the side opposite to this angle? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, എ ബി സി. ഇതിൽ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ, എ ബി സി = 8 സെൻറ്റിമീറ്റർ. ഒരു ആംഗിൾ 40 ഡിഗ്രി. അടുത്തവർ പറയുന്നത് വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ. ഈ ആംഗിളിന് എതിരായിട്ടുള്ളതിൻ്റെ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദിസ് ആംഗിൾ എന്ന് കണ്ടുപിടിക്കണം. അതായത് നമുക്കൊരു മിനിമം ലെങ്ത് വരണമെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് ചരിഞ്ഞൊക്കെ പോയാൽ ലെങ്ത് കൂടും. അപ്പോൾ പെർപെൻഡിക്കുലർ ആകുമ്പോഴാണ് നമുക്ക് മിനിമം ലെങ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈൻ പെർപെൻഡിക്കുലർ ആണ്, ഇതിൻ്റെ കൂടെ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, a triangle should be drawn, one side 8 centimeter long and one of the angles 40 degree. What is the minimum length of the side opposite to this angle? ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്നാ ചെയ്യും? സൈൻ തീറ്റ, സൈൻ 40 ഡിഗ്രി = ഓപ്പോസിറ്റ് ബി സി by 8. സൈൻ 40 എന്നുള്ളത് 0.6427 = BC by 8. So BC is equal to 8 into 0.6427. 856 ബാലൻസ് 5, 16 5 21 ബാലൻസ് 2, 8 32 32 32 4 ബാലൻസ് 1, 8 48 1 49. 4 ഡെസിമൽ 4.1234 44.9416. ഓക്കെ, 856 6 ബാലൻസ് 5, 16 16 21 ബാലൻസ് 2, 4 32 2